ഖുഷാംദീദ് ബച്ചോ, 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോക്കൂ, ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കേണ്ടത് നമ്മുടെ താലീമി സർഗർമിയാണ്, അഥവാ പഠന പ്രവർത്തനങ്ങളാണ് അല്ലേ. നോക്കാം, ആദ്യത്തെ സവാൽ എന്താണെന്ന്. ഗുഫ്തഗു കേത്തി കർനെ കാ മസ ഔർ സെ പഠിയേ ഓർ സവാലോം കെ ജവാബ് ലിഖിയേ. എന്താ പറയുന്നത്? കേത്തി കർണേക്ക മസ എന്നുള്ള പാഠഭാഗം നല്ല വൃത്തിയായി വായിക്കുക, നല്ല ശ്രദ്ധിച്ച് വായിച്ചിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുക. ആദ്യത്തെ ചോദ്യമോ എന്താ? കിസാനോങ്കോ സർക്കാർ കി തരഫ് സെ ക്യാ ക്യാ മദദ് മിൽത്തി ഹേ. കൃഷിക്കാർക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സഹായങ്ങളാണ് ലഭിക്കുന്നത്? നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ പാഠഭാഗത്തുണ്ട് അല്ലേ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എവിടെയായിരുന്നു അത്? ഇവിടെയുണ്ട്, നോക്കൂ. ആപ്കോ സർക്കാർ കി തരഫ് സെ ക്യാ ക്യാ മദദ് മിൽത്തി ഹേ എന്ന് പറയുമ്പോൾ കൃഷിഭവൻ സെ ബേജ് പൗദേ ഖാദ് വഇറ മിൽത്തേ ഹേ എന്ന് ലീലാബായി ഉത്തരം പറയുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് എഴുതാം. അത് മാത്രമല്ല, നല്ല കർഷകർക്കുള്ള അവാർഡും ആര് നൽകുന്നുണ്ട്? നമ്മുടെ സർക്കാർ നൽകുന്നുണ്ട്. നമുക്കതിൻ്റെ ഉത്തരം ഒന്ന് എഴുതി നോക്കാം അല്ലേ. എങ്ങനെ എഴുതാം? കിസാനോങ്കോ സർക്കാർ കി തരഫ് സെ, അത് അതുപോലെ എഴുതാം. എന്നിട്ടോ ഈ ക്യാ ക്യാ മദദ് മിൽത്തി ഹേ എന്നതിന് പകരം കൈ മദദ് അല്ലേ, ഒരുപാട് സഹായങ്ങളൊക്കെ മിൽത്തേഹേ ലഭിക്കുന്നുണ്ട്. മിൽത്തേഹേ കൈ മദദ് മിൽത്തേഹേ, ഇത് വേണ്ട കേട്ടോ, ക്യാ വേണ്ട. പിന്നെ ഉനോങ്കോ അവർക്ക്, കൃഷിഭവൻ സേ ബേജ്, അതുപോലെ തന്നെ പൗദേ ഖാദ് വഇറ മിൽത്തേ ഹേ, അതേപോലെ തന്നെ പിന്നെ ബഹത്തരീൻ കാശ്തകാരി കെ ലിയെ അല്ലേ, ബഹത്തരീൻ കാശ്തകാരി കെ ലിയെ അവാർഡ് ബി മിൽത്തേ ഹേ, അവാർഡും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം അല്ലേ. കൃഷിക്കാർക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. അവർക്ക് കൃഷിഭവനിൽ നിന്ന് വിത്ത്, വളം, അതുപോലെ തന്നെ ചെടി തുടങ്ങിയവയൊക്കെ ലഭിക്കുന്നു. അതേപോലെ തന്നെ മികച്ച കർഷകർക്കുള്ള അവാർഡും നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കല്ല കൃഷിക്കാർക്ക് ലഭിക്കുന്നുണ്ട്. ഇനി അടുത്ത സവാൽ നോക്കാം. നോക്കൂ, അടുത്ത ചോദ്യം. കാം കർന അച്ചി ബാത്ത് ഹേ ഓർ മുझे खेती करने में मज़ा आता है. ലീലാബായി ഐസാ ക്യോം കഹത്തി ഹേ. ജോലി ചെയ്യുക എന്നത് വളരെ നല്ല കാര്യമാണ്. അതിൽ എനിക്ക് വളരെയധികം അല്ലേ, അല്ലെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം ആനന്ദമുണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ വളരെയധികം രസം തോന്നാറുണ്ട്. അത് പറയാൻ എന്തുകൊണ്ടാണ് ലീലാബായി ഇങ്ങനെ പറയുന്നത്? നമുക്കറിയാം, ജോലി ചെയ്യുന്നതിലൂടെ നമ്മുടെ ആരോഗ്യം വർദ്ധിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ശാരീരികമായിട്ടും മാനസികവുമായിട്ടുള്ള ആനന്ദം നമുക്ക് ലഭിക്കാറുണ്ട്. നമ്മുടെ സ്ട്രെസ്സുകളൊക്കെ കുറയാറുണ്ട് അല്ലേ. വെറുതെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള എന്താ പറയുക ടെൻഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. അതേസമയം നമ്മൾ ജോലിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ആ സമയത്ത് ക്ഷീണിക്കുമെങ്കിലും നമ്മൾ വളരെയധികം നമ്മുടെ മൈൻഡൊക്കെ ഫ്രീ ആകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനൊക്കെ വളരെ ആരോഗ്യം ലഭിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ നമ്മുടെ ലീലാബായിക്കും കൃഷി ചെയ്യുന്നതിൽ വളരെയധികം രസം തോന്നാറുണ്ട്, അല്ലെങ്കിൽ ആനന്ദം ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാമല്ലോ. ഉത്തരം എഴുതാം. ജോലി ചെയ്യുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം വർദ്ധിക്കുന്നു. അതേപോലെ തന്നെ രണ്ടിനും ഭയങ്കര റിലാക്സേഷനും ലഭിക്കുന്നുണ്ട് ഇല്ലേ. നല്ല ഫ്രീ ആകുന്നുണ്ട് അല്ലേ. മൈൻഡാണെങ്കിൽ നന്നായി ഫ്രീ ആകും. അതുപോലെ തന്നെ ശരീരത്തിന് നല്ല വഴക്കവും അല്ലേ എല്ലാം ലഭിക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ. കാം കർന അച്ചി ബാത്ത് ഹേ, ഇതാദ്യം എഴുതണം. എന്നിട്ട് എഴുതാം ഇസ്സേ ഹമാരാ ജിസ്മ് ഓർ ജഹൻ കോ, മനസ്സിന് കേട്ടോ, ജഹൻ കോ സിഹത്ത് ഓർ ആരാം മിൽത്തേ ഹേ അല്ലേ. ജോലി ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ആരോഗ്യവും വിശ്രമവുമൊക്കെ ലഭിക്കുന്നു. അടുത്ത ചോദ്യം. ലീലാബായി ഓർ ബച്ചോं की गुफ्तगू
ക്ലാസ് മേ റോൾ പ്ലേ കെ ജരിയെ പേഷ് കീജിയെ. നമ്മുടെ ലീലാബായും ബച്ചവും കുട്ടികളും തമ്മിലുള്ള ആ ഗുഫ്തഗു ക്ലാസ്സിൽ റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കാനാണ് പറയുന്നത്. നമുക്കറിയാലോ റോൾ പ്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മളൊരാൾ ലീലാബായി ആകും അല്ലേ, അടുത്ത ആൾ ഷബ്ന ആകുന്നു, അടുത്ത ആൾ ആനന്ദ് ആകുന്നു. എന്നിട്ട് ആ ഗുഫ്തഗു നല്ല എന്താ പറയുക ശബ്ദവ്യതിയാനത്തോടുകൂടിയും ആശയഗ്രഹണത്തോടുകൂടിയും ഒക്കെ അവതരിപ്പിക്കുക. ഓക്കെ, ഇനി അടുത്ത സവാൽ നോക്കൂ. തർക്കാരിയാ സിഹത് കെ ലിയെ അച്ചി ഹോത്തി ഹേ. ആപ് अपने घर में कौन कौन सी तरकारियाँ उगाते हैं? चंद तरकारियों के नाम लिखिए और किसी एक पर जुमले लिखिए. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പച്ചക്കറികൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ പച്ചക്കറികളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? കുറച്ച് പച്ചക്കറികളുടെ പേരെഴുതണം. പിന്നെയോ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് ജുംല തയ്യാറാക്കണം. അപ്പോൾ നമുക്കൊരു 2-3 എഴുതാം അല്ലേ. നോക്കൂ, മിർച്ച്, പിന്നെ ഗാജർ, പിന്നെ എഴുതാം ആലു അല്ലേ, ടമാറ്റർ, ഇനിയുമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് തൽക്കാലം 4 എഴുതാം. ഇനി ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് എഴുതണം. ഞാനിവിടെ ടമാറ്ററിനെ കുറിച്ച് എഴുതാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. വേറെ ഏതിനെക്കുറിച്ച് വേണമെങ്കിലും നമുക്ക് ഇതേ മോഡലിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എഴുതുന്നു ഞാൻ യേ ടമാറ്റർ ഹേ അല്ലേ, യേ ടമാറ്റർ ഹേ. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു തക്കാളിനെയൊക്കെ വരയ്ക്കാം കേട്ടോ. തക്കാളിനെയൊക്കെ ഇങ്ങനെ വരയ്ക്കാം, എന്നിട്ട് ചെയ്താൽ മതി. യേ ടമാറ്റർ ഹേ. टमाटर का रंग എന്താ? टमाटर का रंग लाल है അല്ലേ. टमाटर का रंग लाल है. इससे सालन बनता है. ഇതുകൊണ്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ, സാലൻ ബൻതാ ഹേ. പിന്നെയോ ഇതൊരു മണ്ണിൻ്റെ പുറത്തുണ്ടാകുന്ന സബ്സിയാണ് അല്ലേ. മണ്ണിന് അകത്തുള്ളതുമുണ്ട് മണ്ണിന് പുറത്തുള്ളതുമുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ഈ മിട്ടി കെ ബാഹർ ഉഗാത്തെ ഹേ അല്ലേ. അപ്പോൾ ഇത്രയും എഴുതിയിട്ടുണ്ട്. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം ടമാറ്റർ സേ. സാലൻ മാത്രമല്ലല്ലോ, ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് അല്ലേ, ഷർബത്ത് ഉണ്ടാക്കാറില്ലേ? ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം, ടമാറ്റർ സേ ഷർബത്ത് ബി ബൻതേ ഹേ. ഇനി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെട്ട പച്ചക്കറിയാണ് ടമാറ്റർ, അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ മിർച്ചിനെ കുറിച്ചാണെങ്കിലോ, ഈ മിർച്ച് ഹേ, അതിൻ്റെ രംഗം എന്താ? എന്ത് രംഗമാണതിന് അറിയാമല്ലേ, ഹര ആണ്. സാലൻ ഉണ്ടാക്കുന്നുണ്ട്. മിട്ടിക്ക് ബാഹർ ഉഗാത്തേ ഹേ. പിന്നെ മിർച്ചിൻ്റെ ടേസ്റ്റ് എന്താണ്? തേസാണ്, അഥവാ എരിവാണ് അല്ലേ. നമ്മുടെ ടമാറ്ററിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ പുളിപ്പുണ്ടാവും അല്ലേ, ചില സമയത്ത് ചിലപ്പോൾ ചിലതിന് ചെറിയൊരു അല്ലേ ചെറിയ മധുരവും പുളിപ്പും കൂടി ചേർന്നതും ഉണ്ടാവും. അപ്പോൾ പുളിപ്പാണെന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റ് നമുക്ക് എഴുതാൻ പറ്റും. കട്ടി എന്നാണ് പറയുക പുളിപ്പിനെ കേട്ടോ. അപ്പോൾ ഉസ്കാ സായിക്ക, ഉസ്കാ സായിക്ക അങ്ങനെ എഴുതാം കേട്ടോ. അതും കൂടി എഴുതാം നമുക്ക് വേണമെങ്കിൽ. അതിൻ്റെ രുചി എന്താണ്? ഉസ്കാ സായിക്ക കട്ടി ഹോത്തി ഹേ. ഞാനിവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ വായിക്കാം. ये टमाटर है, टमाटर का रंग लाल है, इससे सालन बनता है, ये मिट्टी के बाहर उगाते हैं, टमाटर से शरबत भी बनते हैं, उसका जायका खट्टी होती है. ओके, അടുത്തത് നോക്കൂ. ദിയേ ഗയേ ജവാബാത് ഔർ സേ പഠിയേ ഓർ മുനാസിബ് സവാലാത്ത് തയ്യാർ കീജിയേ. ഇതൊരു വെറൈറ്റി ചോദ്യമാണ് കേട്ടോ. ഇതുവരെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം സാധാരണ ചോദ്യങ്ങൾ തന്നിട്ട് ഉത്തരം എഴുതാനാണ് പറയുക. ഇവിടെ ജവാബാത്ത് തന്നിട്ടുണ്ട്, ഉത്തരം തന്നിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കേണ്ടത് ചോദ്യമാണ്. സവാലാത്ത് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ, ജവാബാത്ത് ഉത്തരങ്ങൾ. നോക്കൂ, ഇവിടുത്തെ ആദ്യം ഉത്തരം വായിക്കാം അല്ലേ. ലീലാബായി കാ കേത്ത് ബഹുത്ത് ഖൂബ്സൂറത്ത് ഹെ. ലീലാബായിയുടെ കേത്ത് വളരെ ഭംഗിയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചോദ്യം എന്തായിരുന്നു? ലീലാബായി കാ കേത്ത് കൈസാഹേ. എങ്ങനെയാണ് ലീലാബായിൻ്റെ കേത്ത് എങ്ങനെയുള്ളതാണ്? ഓക്കെ, ഇനി ഇവിടെ 3 വേറെ കൊടുത്തിട്ടുണ്ട്. ലീലാബായി ഏക്ക് കിസാൻ ഹേ, ലീലാബായി കേത്ത് മേ ഫൽ ഫൂൽ ഔർ തർക്കാരിയാം ഉഗാती है, बच्चे ലീലാബായി के खेत में खेती बाड़ी की मालूमात हासिल करने के लिए गए. അപ്പോൾ നോക്കൂ, ലീലാബായി ഒരു കർഷകയാണ് അല്ലെങ്കിൽ കൃഷിക്കാരിയാണ്. ലീലാബായിയുടെ വയലിൽ
പഴങ്ങളും പൂക്കളും പച്ചക്കറികളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെയോ കുട്ടികൾ ലീലാബായിൻ്റെ വയലിൽ കൃഷിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കാനായാണ് പോയത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മളിവിടെ ചോദ്യം ചോദിക്കുക? ലീലാബായി ഏക്ക് കിസാൻ ഹേ. അപ്പം നമ്മൾ എന്തായിരിക്കും ചോദിക്കുക? കിസാൻ എന്നുള്ള മാറ്റിയിട്ട് ആര് എന്ന് ചേർക്കും. നമുക്കറിയാം ലീലാബായി ഒരു കർഷകയാണ് എന്ന് ചോദിക്കണമെങ്കിൽ ഇവിടെ ചോദ്യം എന്തായിരിക്കണം വരേണ്ടത്? ലീലാബായി കോൻ ഹെ, അല്ലേ? ലീലാബായി കോൻ ഹെ എന്നായിരിക്കും ചോദ്യം. അടുത്തത് ലീലാബായി വയലിൽ ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ്. അപ്പം എന്തായിരിക്കും ചോദ്യം വരിക? ലീലാബായി കേത് മേ, നമ്മൾ ഇതുവരെ എഴുതി, ഇനി ഇത് അങ്ങോട്ട് ഒഴിവാക്കുകയാണ് കേട്ടോ. ഏത്? പൽ പൂൽ और तरकारियाँ खेत में क्या क्या उगाती है. ഓക്കെ. അടുത്തത് ലീലാബായിക്ക് കേത്തുമേ ബച്ചേ, അല്ലേ? കുട്ടികൾ ഇതിന് പോയതെന്ന് എന്തിനാ പോയത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത ചോദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കേത്തി ബാഡിക്ക് മാലൂമാത്ത് ഹാസിൽ കർണേ കെ ലിയെ എന്നുള്ളത് നമ്മൾ ഒഴിവാക്കുകയാണ്. നോക്കൂ, ഇത് ഒഴിവാക്കിയിട്ട് ബാക്കി എഴുതുന്നു. ബച്ചേ ലീലാബായി കെ खेत में क्यों गए, എന്തിനാണ് പോയത്? മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ കൈസ എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഖോൻ ആര്, അതുപോലെ ക്യാ ക്യാ എന്തെല്ലാം, ക്യോം എന്തുകൊണ്ട്. ഒരു ക്യാ മാത്രമാണെങ്കിൽ എന്ത്. പിന്നെയും ഉണ്ട് നമ്മുടെ ചോദ്യപദങ്ങൾ കബ്, കിത്തന, അതുപോലെ തന്നെ കിസ്ക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ ഉണ്ട്. പിന്നെ കഹ, ഇതൊക്കെ നമ്മുടെ ചോദ്യപദങ്ങളാണ് കേട്ടോ. അടുത്ത സവാൽ നോക്കൂ. ബച്ചോ ആപ്കി ഗാവോ മേ ക്യാ ക്യാ खेती की जाती है. നിങ്ങളുടെ ഗ്രാമത്തിൽ എന്തൊക്കെ കൃഷികളാണ് ചെയ്യുന്നത്? കിസി ഏക്ക് പർ നോട്ട് ലിഖിയെ. ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. നമുക്കറിയാലേ പച്ചക്കറികളും പഴങ്ങളും ധാന്യങ്ങളും ഒക്കെ നമ്മുടെ ഗ്രാമത്തിൽ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ എഴുതേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ഇതാണ് ഉത്തരമായി എഴുതിയിരിക്കുന്നത്. ഹമാര ഗാവോ മേ ഇനാജ് തർക്കാരിയ ഫൽ ഔർ പൂൽ കി കേത്തി കർത്തേ ഹെ. നമ്മുടെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രാമത്ത് ധാന്യവും പച്ചക്കറികളും പഴങ്ങളും പൂക്കളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ലേക്കിൻ ഇസ്മേ ജ്യാദാതർ കേത്തി ചാവൽ കി ഹെ. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ കൃഷി ഏതിൻ്റെയാണ്? നെല്ലിൻ്റെയാണ്. ചാവൽ കേരള കി അഹം ഫസലോ മേ ഏക് ഹെ. നെല്ല് എന്നുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട വിളവുകളിൽ ഒന്നാണ്. കേരള വാലോങ്കി അഹം കാന ഹെ ചാവൽ. നമുക്കറിയാലോ കേരളീയരുടെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ചാവൽ. ചാവൽ കി കേത്തി കെ ലിയെ ബഹുത്ത് ജ്യാദാ മെഹനത് കർനാ ഹെ. നമ്മുടെ നെൽകൃഷിക്കായിട്ട് ഒരുപാട് അധ്വാനിക്കാനുണ്ട്, അല്ലെങ്കിൽ വളരെയധികം അധ്വാനിക്കാനുണ്ട്. ഹൽ ചലാന, ഉഴുക, ബേജ് ബോന, വിത്ത് വിതയ്ക്കുക, പൗദ ലഗാന, ഞാറ് നടുക അല്ലെങ്കിൽ ചെടി നടുക, ഗാസ് പൂസ് കോ തോടിന, അവിടെയുള്ള കളകളൊക്കെ പറിക്കുക, ഫസലോം കോ സീഞ്ചിന, പിന്നെ വിളവായിക്കഴിഞ്ഞാൽ ആ നെൽക്കതിരൊക്കെ കൊയ്യുക, വൈറ എക്സെട്ര. ഹമാരി സർക്കാർ ബഹത്തരീൻ ചാവൽ കി കാശ്തകാരി കോ ബി അവാർഡ് ദേത്തെ ഹെ. മികച്ച നെൽ കർഷകർക്കും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സർക്കാർ? അവാർഡ് നൽകുന്നുണ്ട്. ഇത്രയും വേണമെന്നില്ല, എങ്കിലും നമ്മൾ എഴുതിയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത സവാൽ ഇതാണ്. ലീലാബായി ഏക് മെഹനത്തി കിസാൻ ഹെ, ഉൻകെ ബാരെ മേ ചന്ദ് ജുംലെ ലിഖിയെ. ലീലാബായി നല്ല കഠിനാധ്വാനിയായിട്ടുള്ള കൃഷിക്കാരിയാണ് അല്ലേ? അവരെക്കുറിച്ച് ജുംല തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കതൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മുടെ ലീലാബായി ഒരു നന്നായി അധ്വാനിക്കുന്ന ഒരു കർഷകയാണെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരവാണിത്. ലീലാബായി ഏക് മെഹനത്തി കിസാൻ ഹെ ക്യോങ്കെ വോ ഉസ്കി ബുഡാപ്പെ മേം ബി കേത്തി കർത്തെ ഹെ. അപ്പോൾ അതിൽ ആ കുട്ടി ചോദിക്കുന്നുണ്ട് അല്ലേ, ഈ വയസ്സിലും നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ അവർക്ക് വാർദ്ധക്യമാണ് എന്നാണ് അതിൻ്റെ സാരം, അല്ലെങ്കിൽ വയസ്സായ കാലമാണ് അല്ലേ. അപ്പോൾ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ വയസ്സായ കാലത്തും അല്ലെങ്കിൽ വാർദ്ധക്യത്തിലും കൃഷി ചെയ്യുന്നു. വോ കേത്തി കർണേമേ മസാ ദേഖ്തേ ഹെ, അല്ലേ? അവരെന്ത് ചെയ്യുന്നുണ്ട്? കൃഷി ചെയ്യുന്നതിൽ അവരുടെ സന്തോഷം കണ്ടെത്തുന്നു. ഉനോങ്കോ ഇസ് സാൽ കി ബഹത്തരീൻ കാശ്തകാരി കി അവാർഡ് ബി മിലാ ഹെ, അല്ലേ? അവർക്ക് ഈ വർഷത്തെ
ഈ വർഷത്തെ മികച്ച കർഷകയ്ക്കുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിന് കാരണം. അടുത്ത സവാൽ, खेती के मुताल्लिक प्लकार्ड को और से पढ़िए. നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറേ പ്ലക്കാർഡുകൾ കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് വായിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കണേ. നോക്കൂ, കേത്തി ഹമാരി തഹസീബ് കാ ഹിസ്സ ഹേ. തഹസീബ് എന്ന് പറഞ്ഞാൽ സംസ്കാരം. കേത്തി കൃഷി നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഖാനെ കെ ലിയെ കേത്തി കർന ജരൂരി ഹേ. അല്ലേ, ഭക്ഷണം കഴിക്കണമെങ്കിൽ കൃഷി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കേത്തി കർന സിഹത് കെ ലിയെ ഫായ്ദാമന്ദ് ഹേ. എന്താ പറയുന്നത്? കേത്തി കർന അല്ലേ, കൃഷി ചെയ്യുന്നത് ആരോഗ്യത്തിന് ഗുണപ്രദമാണ്. ഇനി എന്താ ചെയ്യേണ്ടത് നോക്കാം. നോക്കൂ, എന്താ ചെയ്യേണ്ടത്? ऊपर दिए गए इशारों की मदद से खेती बाड़ी के बारे में नोट तैयार कीजिए. ഈ തന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ച് കേത്തി ബാഡിയെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുക. തന്നിരിക്കുന്ന ഈ പ്ലക്കാർഡുകളുടെ സഹായത്താൽ ഒരു നോട്ട് തയ്യാറാക്കി നോക്കാം അല്ലേ. നമുക്ക് ആദ്യം ഇതിലെ ആദ്യത്തെ പ്ലക്കാർഡ് തന്നെ എഴുതാം. കേത്തി ഹമാരി തഹസീബ് കാ ഹിസ്സ ഹേ. അല്ലേ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പിന്നെയോ കേത്തി കർന നമുക്ക് വളരെ ആരോഗ്യത്തിന് നല്ലതാണ് അല്ലേ. അപ്പോൾ നമുക്കത് എഴുതാം. കേത്തി കർണേസേ ഹമാരെ ജിസ്മാനി ഓർ ജഹനി കുവ്വത്ത് ബഡ്തേ ഹെ. നമ്മൾ എഴുതിയത് അല്ലേ, ശാരീരികവും മാനസികവുമായിട്ടുള്ള ശേഷി അല്ലെങ്കിൽ ശക്തിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നു. പിന്നെ നമുക്ക് എഴുതാം ഹമാരെ ജാൻ അല്ലേ, നമ്മുടെ ജീവനും നമ്മുടെ ലോകത്തിൻ്റെ നിലനിൽപ്പും ഒക്കെ എവിടെയാണ്? നമ്മുടെയൊക്കെ വിശപ്പ് അല്ലേ, വിശപ്പ് എന്നുള്ള അതൊന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ കൃഷിക്കാരനും കൃഷിയും തന്നെ വേണം. അപ്പം നമുക്ക് എഴുതാം അല്ലേ, ഹമാരെ ജാൻ ജാൻ കെ ബുനിയാദ് അല്ലേ, നമ്മുടെ ജീവൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കേത്തോ ഓർ കിസാനോ മേ പഠ്തേ ഹേ അല്ലേ, അവരെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. അതെ, അവരില്ലെങ്കിൽ നാമില്ല. നമുക്ക് എഴുതാം അല്ലേ, കേത്തി നെഹി തോ ഹമേ കാന നെഹി മിൽത്തേ ഹേ. ഹമേ കാന നെഹി മിൽത്തേ ഹേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇസ്ലിയേ ഹംബി കേത്തി കർന ഹേ. അതുകൊണ്ട് നമ്മളും കൃഷി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കേത്തിയെക്കുറിച്ചുള്ള നോട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത സവാൽ, ലീലാബായി കഹത്തി ഹേ കെ കൃഷി ഭവൻ സേ ബേജ് പൗദേ കാദ് വ ഇറ മിൽത്തേ ഹേ. അല്ലേ, ലീലാബായി പറയുന്നുണ്ട് കൃഷിഭവനിൽ നിന്ന് വിത്ത്, ചെടി, വളം തുടങ്ങിയവയൊക്കെ ലഭിക്കുന്നുണ്ട്. ആപ്കെ ഗാവോം കെ കൃഷിഭവൻ സേ ക്യാ ക്യാ മദദ് മിൽത്തി ഹേ. നിങ്ങളുടെ ഗ്രാമത്തിലെ കൃഷിഭവനിൽ നിന്ന് എന്തൊക്കെ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്? കൃഷി ഓഫീസർ കാ ഇൻ്റർവ്യൂ ലേനെ കെ ലിയെ സവാലാത്ത് തയ്യാർ കീജിയെ. കൃഷി ഓഫീസറുമായി കൃഷി ഓഫീസറെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് കുറച്ച് സവാലാത്ത് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഗ്രാമത്തിലെ കൃഷിഭവനിൽ നിന്നും ഇതൊക്കെ ലഭിക്കുന്നുണ്ട് അല്ലേ, വിത്തും ചെടികളുമൊക്കെ നമ്മുടെ കൃഷിഭവനിൽ നിന്നും ലഭിക്കുന്നുണ്ട്. പിന്നെ സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൃഷിക്കാർക്ക് കൃഷിഭവൻ വഴി ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കൃഷി ഓഫീസറുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള കുറച്ച് ചോദ്യങ്ങളാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അത് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇതാണ് ചോദ്യങ്ങളായിട്ട് എഴുതിയിരിക്കുന്നത്. നോക്കൂ, ആദ്യത്തേത്, കൃഷിഭവൻ സേ കിസാനോ കെ ലിയെ ക്യാ ക്യാ മദദ് ദേത്തി ഹേ. കൃഷിഭവനിൽ നിന്നും കൃഷിക്കാർക്ക് എന്തെല്ലാം സഹായങ്ങളാണ് നൽകി വരുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് അല്ലേ. അടുത്തത്, ക്യാ ബഹത്തരീൻ കാശ്തകാരി കി തര ബഹത്തരീൻ കൃഷിഭവൻ കോ ബി സർക്കാർ കി തരഫ് സെ അവാർഡ് മിൽത്തേ ഹേ. എന്താ ചോദിച്ചത്? മികച്ച കർഷകന് അവാർഡ് കൊടുക്കുന്നത് പോലെ മികച്ച കൃഷിഭവനും സർക്കാർ അവാർഡ് നൽകുന്നുണ്ടോ? അടുത്തത് ചോദിച്ചത്, ഈസ് ഇലാക്കെ മേ ഉഗായി ജാനെ വാലി അഹം ഫസലോ ക്യാ ക്യാ ഹേ. ഈ ഇലാക്ക അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ
ഏതൊക്കെ ഐറ്റംസ് ആണ് അല്ലേ, ഏതൊക്കെ വിളവുകളാണ് ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. അടുത്തത് ഹം യഹേ കുൽ കിത്തനെ ജമീൻ മേ കേത്തി ബാടി കർത്തേ ഹേ. ഇവിടെ ആകെ എത്ര ഭൂമിയിലാണ് കൃഷി ചെയ്യുന്നത്, ആകെ എത്രത്തോളം ഭൂമിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിൽ ദീഗർ സർഗർമിയായി കൊടുത്തിരിക്കുന്നത് ആപ്കെ ആസ്പാസ് ബി ലീലാബായി की तरह कई किसान होंगे, किसी एक किसान से इंटरव्यू लेकर खेती बाड़ी के बारे में मालूमात हासिल कीजिए और एक रिपोर्ट तैयार कीजिए. എന്താണ് പറയുന്നത്? നിങ്ങളുടെ ചുറ്റുപാടും ലീലാബായിയെ പോലെ ഒരുപാട് കൃഷിക്കാരുണ്ടാകും. ഏതെങ്കിലും ഒരു കൃഷിക്കാരനെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരിൽ നിന്നും കൃഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുക. എന്നിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുള്ള ഒരു കൃഷിക്കാരനെ ഇൻ്റർവ്യൂ ചെയ്യുക അല്ലേ, ഇൻ്റർവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വയ്ക്കുക. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ്. ഹുദാ ഹാഫിസ്.